PFI പരിശീലകനായിരുന്ന മൊയ്തീൻ കുട്ടി NIA-യുടെ പിടിയിൽ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് NIA ഇയാളെ പിടിച്ചത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് മൊയ്തീൻ കുട്ടിയുടെ അറസ്റ്റ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, PFIക്കെതിരെ ഇപ്പോഴും NIA, PFIയുടെ പല നേതാക്കളും റഡാറിലാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ അറസ്റ്റ് ഇയാൾ നേരത്തെ PFIയുടെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ വിവരങ്ങൾ എന്താണ്? നിർണായകമായ ഒരു അറസ്റ്റാണ് NIA-യുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും കേരളത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അപ്രതീക്ഷിതമായ ചില മിന്നൽ പരിശോധനകൾ നേരത്തെ അടക്കം ഈ പ്രധാനപ്പെട്ട രണ്ടാം നിര നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമൊക്കെ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ആയുധ പരിശീലകർ ആരൊക്കെയായിരുന്നു എന്ന് കണ്ടെത്താനുള്ള പരിശോധന നേരത്തെ തന്നെ ആരംഭിച്ചത്. അതിൽ ചിലർ നേരത്തെ NIA-യുടെ വ്യാപകമായ പരിശോധനയിൽ ഓപ്പറേഷൻ ഒക്ടോപസ് എന്ന പേരിൽ നേരത്തെ നടന്ന പരിശോധനയിൽ പിടിയിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചവരിൽ പ്രധാനിയാണ് മൊയ്തീൻ കുട്ടി. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് മൊയ്തീൻ കുട്ടി. പക്ഷേ മൊയ്തീൻ കുട്ടി എവിടെയാണെന്ന് കണ്ടെത്താൻ NIA-ക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് മൊയ്തീൻ കുട്ടിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സുരക്ഷാ ഏജൻസികൾക്കും ഇയാളുടെ ചിത്രങ്ങളും അതോടൊപ്പം വിശദാംശങ്ങളുമൊക്കെ NIA കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ രാജ്യത്തിനകത്ത് നടത്തിയ പരിശോധനയിലൊന്നും ഇയാൾ എവിടെയാണ് ഉള്ളതെന്നോ എവിടെ വെച്ചാണ് ഈ പരിശോധന നൽകുന്നതെന്നോ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിൽ മൊയ്തീൻ കുട്ടി അകപ്പെട്ടിരിക്കുന്നത് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. ഇയാളെ എങ്ങനെയാണ് എവിടെ നിന്ന് വന്നപ്പോഴാണ് പിടികൂടിയത് എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അതേസമയം ഇയാളെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കൊച്ചിയിലെ NIA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആയുധ പരിശീലനം അടക്കം എവിടെ വെച്ചാണ് നടന്നത്, എവിടെയൊക്കെ വെച്ച് ഇത്തരത്തിൽ ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട്, അതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ഗുരുതരമായ ആരോപണങ്ങൾ PFI-യുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നത് കേരളത്തിന്റെ ചില വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രഹസ്യമായി ആയുധ പരിശീലനം അടക്കം നൽകിയെന്നായിരുന്നു. അതിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ ഈ PFI-യുടെ ആയുധ പരിശീലകരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അന്ന് പിടികൂടാൻ കഴിയാതെ പോയവരിൽ പ്രമുഖനായ ഒരാളാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള മൊയ്തീൻ കുട്ടി എന്നാണ് NIA-യുടെ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കൊച്ചി NIA യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൂടി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇയാള് ഈ നേരത്തെ തന്നെ PFI ഇയാളെ പിടികൂടാൻ ലക്ഷ്യമിട്ടിരുന്നു, പക്ഷെ കിട്ടിയില്ല, ഒളിവിലായിരുന്നു. ഒപ്പം വിദേശത്തേക്കോ മറ്റോ കടക്കാനുള്ള ശ്രമമായിരുന്നു. എന്തായിരുന്നു ഇയാളുടെ രീതി? അതായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിദേശത്ത് നിന്ന് എത്തിയപ്പോൾ പിടിയിലാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം കേരളത്തിൽ ഇയാൾക്ക് വേണ്ടി പലതവണ വലവിരിച്ചതാണ് വളരെ രഹസ്യമായി NIA. അപ്പോഴൊന്നും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. മലപ്പുറത്തും വളാഞ്ചേരിയിലുമൊക്കെ NIA ഇതിനുവേണ്ടി പരിശോധന നടത്തിയിരുന്നു. അപ്പോഴും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതീവ രഹസ്യമായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മറ്റ് സ്ഥലങ്ങളിലേക്കും കേരളത്തിന് പുറത്തേക്കുമൊക്കെ വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ PFI-യെ നിരോധിച്ചതിനു ശേഷവും PFI-യുമായി ബന്ധപ്പെട്ട രഹസ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകളുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം PFI നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന, ഈ മിന്നൽ പരിശോധനയുടെ ഭാഗമായി പലതവണ ഈ സംശയമുള്ള സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യുകയും പല രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൊയ്തീൻ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അത് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് മാറിയത്. കാരണം ഈ ആയുധ പരിശീലകരിൽ പ്രമുഖനായിരുന്നു മൊയ്തീൻ കുട്ടി എന്നാണ് വിവരം. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രം പോലും ഇയാളുടെ യഥാർത്ഥത്തിലുള്ള ഫേസ് കട്ടിലുള്ളതാണോ എന്ന് സംശയം ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തി വരെ ഇയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിരുന്നു NIA-യുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് വളരെ വിശദമായ തെരച്ചിൽ മൊയ്തീൻ കുട്ടിക്ക് വേണ്ടി ഏറെ നാളുകളായി NIA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അറസ്റ്റ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചുണ്ടായിരിക്കുന്നത്. അതായത് ഈ PFI നമുക്കറിയാം NIA-യുടെ മിക്ക നേതാക്കളൊക്കെ NIA-യുടെ പിടിയിലാണ്.
അവർ NIA-യുടെ ചോദ്യം ചെയ്യലിനും വിചാരണയ്ക്കും മറ്റും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയും PFI നേതാക്കൾ അവശേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടരുന്നുണ്ട്, സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി NIA-ക്ക് ഉണ്ടാകും. അതനുസരിച്ചുള്ള നീക്കം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒന്നാം നിര നേതാക്കൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. അവർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും അറസ്റ്റിലായവരിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നത് അന്ന് ഏറെ ഞെട്ടിക്കുന്ന വാർത്തയായി കേരളം ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെ ഇതിന്റെ രണ്ടാം നിര നേതാക്കളും മറ്റ് പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിന്ന ആളുകളും മറ്റ് സംഘടനകളിലേക്ക്, അതായത് PFI നിരോധിച്ച പശ്ചാത്തലത്തിൽ മറ്റ് സംഘടനകളിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകാമെന്നൊരു നിഗമനത്തിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി. അങ്ങനെയാണ് ഈ സംഘടനകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടി പരിശോധന നടക്കുന്ന സാഹചര്യമുണ്ടായത്. ആ പരിശോധനയുടെ ഭാഗമായാണ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായ പരിശോധന ED-യുടെ കൂടി സഹായത്തോടെ NIA കേരളത്തിൽ പലയിടത്തും പല ആവർത്തി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് PFI-ക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ കൂടി പിടിയിലാകാനുണ്ട് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയായിരുന്നു. പക്ഷേ അവർ ഒരുപക്ഷെ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിൽ കേരളത്തിലേക്ക് വരാതെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ടായിരിക്കാം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നായിരുന്നു NIA-യുടെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സൂചനകൾ. അതിലൊരു പ്രധാനപ്പെട്ട ആയുധ പരിശീലകനായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ മൊയ്തീൻകുട്ടിക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ NIA ആദ്യഘട്ടത്തിൽ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് മലപ്പുറത്തും വളാഞ്ചേരിയിലും PFI-യുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നടത്തിയതാണ്. പക്ഷെ അന്നൊന്നും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഏത് തരത്തിലാണ് ഈ ആയുധ പരിശീലനം നടത്തുന്നത്, അതിനുള്ള സാമ്പത്തിക സഹായം എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ഈ പരിശീലനത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ എവിടേക്കായിരുന്നു, ഇതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റ് അനിവാര്യമായിരുന്നു. പക്ഷേ ഇയാൾക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് NIA വിധിച്ച വരയിൽ മൊയ്തീൻകുട്ടി ഒടുവിൽ അകപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി NIA-യുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. മൊയ്തീൻകുട്ടി എന്ന PFI-യുടെ പരിശീലകൻ വിമാനത്താവളത്തിൽ വെച്ച്, രാജ്യാന്തര വിമാനത്താവളം കൊച്ചിയിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട തെരച്ചിൽ NIA തുടരുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് മറ്റൊരു രാജ്യത്ത് നിന്ന് വിമാനത്താവളത്തിൽ വരുന്ന സമയത്ത് NIA ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.